നമ്മളെ വിളിച്ചു വരുത്തിയിട്ട് അപമാനിക്കുകയാണ് ചെയ്തത്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മള് ഇനി നമ്മൾ സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് റീഫണ്ട് ചോദിച്ചു. ഇല്ലേ, നമ്മൾ റീഫണ്ട് ചോദിച്ചോളൂ. നമുക്ക് പുറത്ത് പോയി കഴിക്കാൻ പാങ്ങില്ലാത്തവരല്ല. രാത്രി ഇപ്പൊ ഈ വെജ് എന്ന് പറഞ്ഞാൽ ഉച്ചക്കത്തെ മാത്രം നമ്മള് രാവിലെ വന്ന് ഇവിടെ അവിടെ വന്ന് കിടന്നപ്പോ നിങ്ങൾക്ക് എല്ലാ സാധനങ്ങളും ടോയ്ലറ്റും ടോയ്ലറ്റ് അവൈലബിൾ ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് ഈ പാർക്കിന് അപ്പുറത്ത് ആ ലേഡീസിന്റെ ഭാഗത്തിൽ പോയി നോക്കുക. 72 ടോയ്ലറ്റ് 1000 പേരുണ്ട്. 1000 പേര് നമ്മുടെ ഓരോ ഓശാരത്തിലാണ് നിങ്ങൾ പരിപാടി ഒരു ചോദ്യം ഇവിടെ നടന്നതെന്തുവാ? അവന്റെ കോപ്പറായ കളറ് നമ്മൾ വന്നിരിക്കുന്നത് നമ്മളെ ലിസ്റ്റിലില്ലാത്ത ഞാൻ നിങ്ങൾക്ക് മാത്രമേ സ്റ്റെൻഡ് ചെയ്യാനുള്ള പെർമിഷൻ അത് കൽപ്പറ്റത് അല്ലേ? അല്ലേ? വേറെ ഈ സ്റ്റോൺ ഷോ എന്ന് പറഞ്ഞ പരിപാടിയിലില്ല. കോപ്രായം കാണാനാണ് നമ്മൾ വന്നത്. ആ വണ്ടി ഇവിടെ ചെയ്ത് ഞാനാകപ്പാട് സ്റ്റെൻഡ് ചെയ്യാൻ തന്നെ നിനക്ക് മാത്രം നമ്മളെ രണ്ട് ലീവ് ഇട്ട് എൻജോയ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ ഇവിടെ നിന്നോളൂ. അതിന്റെ അടുത്ത സൊല്യൂഷൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ അതിന്റെ വഴി ഉണ്ടാക്കാം. സൊല്യൂഷൻ ഇല്ല, റീഫണ്ട് സമാധാനത്തോടുകൂടി നിങ്ങളാ റീഫണ്ട് ചെയ്ത് ചീറ്റിംഗ് ആണ്. റീഫണ്ട് ചെയ്ത ആൾക്കാരുണ്ടല്ലോ വീഡിയോ എടുക്കട്ടെ, അതിന് കുഴപ്പമൊന്നുമില്ല. അങ്ങനെയല്ല വേണ്ട. നമ്മളെ എളപ്പാണി സൈറ്റ് ഉണ്ടോ അവിടെ പോലും ഉണ്ടാവില്ല ഇമാതിരി ടോയ്ലറ്റ് അതറിയാമോ? ഇവിടെ വേറെ എക്സ്ട്രാ ഇപ്പൊ പഴംപൊരി വാങ്ങുന്നെങ്കിൽ 10 രൂപന്റെ സാധനത്തിന് 20 രൂപയാണ്. അതിന് വേറെ പൈസ കൊടുക്കണം 10 രൂപ. അതുമല്ല 20 രൂപ ഡബിളാണ് പൈസ. കുറച്ച് വൈഡേ നിൽക്കാം. പ്രതിനിധീകരിച്ചാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇവിടെ. ഓക്കെ, നിങ്ങളെല്ലാവരും ഞങ്ങൾ ഈ സ്ഥലത്തേക്ക് വന്നതിൽ വളരെ സന്തോഷം. നിങ്ങൾക്ക് ഒരുപാട് നെഗറ്റീവ്സ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഈ സമയം വരെ എന്നുള്ളതിൽ ഞങ്ങളുടെ ക്ഷമ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ സോറി പറഞ്ഞു ആണ് ഞാനിത് തുടങ്ങുന്നത്. എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നു. ഇനി നമുക്ക് ഈ പരിപാടി മുമ്പോട്ട് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകണം.
അതിനുവേണ്ടി ഞങ്ങൾ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങളോട് സഹകരിക്കണമെന്ന് ഇത് ഞങ്ങൾ ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഫുഡിന്റെ കാര്യത്തിലുള്ളത് വൈകിട്ട് ഇതിനേക്കാളും നല്ല ക്വാളിറ്റിയിലുള്ള ഫുഡ് നോൺ വെജ് തന്നെ ഞങ്ങൾ സെർവ് ചെയ്യുന്നതാണ്. ഇതിനോട് കൂടെ തന്നെ ഞങ്ങൾ അടുത്തത് പറയുന്നത് വിത്തിൻ 6 months ഇന്ന് ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇത്രയും ആളുകൾക്ക് ഈ ഒരു കോസ്റ്റ് ഇല്ലാതെ ഇത്രയും ആളുകൾ ഒരുമിച്ചല്ലാതെ സ്പ്ലിറ്റ് ചെയ്ത് ഇവിടെ ഇതിനേക്കാളും നല്ലൊരു റൈഡേഴ്സ് ഇവന്റ് നടത്താൻ ഞങ്ങൾ തയ്യാറാണ്. വാഗ്ദാനം അത് കൊടുക്കാനുള്ളതാണ്. അപ്പൊ എല്ലാരും ഓർത്ത് വെച്ചോ, വാഗ്ദാനം 6 മാസം കഴിഞ്ഞ് പിന്നെയും നമുക്ക് റൈഡ് നടത്താം. 6 മാസത്തിലേക്ക് അതിഥികളാണ്. നിങ്ങൾക്കുണ്ടായ വിഷമത്തിൽ ഞാൻ സോറി പറഞ്ഞു. നിങ്ങളോട് കൂടെ ഞങ്ങൾ നിന്നുകൊണ്ടാണ് പറയുന്നത്. ഇതിനോട് നിങ്ങളുടെ ഒരു സഹകരണം ഞങ്ങൾക്ക് തിരിച്ച് ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. ഇതിനോട് നിങ്ങൾ എല്ലാവരും സഹകരിക്കുക. ഇതിന്റെ കൂടെ നിങ്ങൾ ഇനി മറ്റെന്തെങ്കിലും കൂടി പറയുകയാണെങ്കിൽ അതിന് ടോയ്ലറ്റ് ഇപ്പൊ അവിടെ ഉള്ളത് 45 ടോയ്ലറ്റ്സും 25 ഷവറുമാണ് ഇപ്പൊ അവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത് അവിടെ ഉള്ളത്. അതിനോട് കൂടെ ആഡ് ചെയ്യാനുള്ള ശ്രമം ഞങ്ങൾ നടത്തുന്നത് ഈ നിങ്ങൾക്കറിയാം ഈ ടോയ്ലറ്റ് കിട്ടൽ പ്രയാസമാണ്. എങ്കിലും ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് സമയത്തിനുള്ളിൽ അതിനുള്ളൊരു മറുപടി കൂടെ അല്ലെങ്കിൽ ഗ്രൗണ്ട് തൂങ്ങി കയ്യിൽ ഇല്ലാത്തൊരു ഞങ്ങള് ബോച്ചെ ഫാനാണ്, തൂറി നടക്കൂടെ. അങ്ങനെയല്ല, ഇതിനോട് കൂടെ കുറച്ചുകൂടെ ടെന്റുകൾ ഞങ്ങൾ എത്തിക്കുന്നുണ്ട്. ഈ പറയുന്ന ആളുകൾക്ക് സബ്സിഡന്റ് അല്ലെങ്കിൽ അതുകൂടെ ഞങ്ങൾ പ്ലേസ് ചെയ്ത് ചെയ്യാൻ തയ്യാറാണ്. അപ്പൊ എല്ലാവരും ഇനി അതായത് നിങ്ങൾ ഇപ്പൊ ഇത് 2000 രൂപ ബോബി ചെമ്മണ്ണൂരിന്റെ സൈറ്റിൽ കയറി ആ എമൗണ്ട് നിങ്ങൾക്ക് വന്നതാണ്. ഇത് എന്ന് അടച്ചതാ? കുറെ നാളായില്ലേ? അപ്പോ ആ ഒരു ടൈം പീരീഡ് ഉണ്ടായിട്ട് ഇപ്പൊ നിങ്ങൾ ഇവിടെ വന്ന് പറയാണ് ഇനിയും ഞങ്ങൾ ഇതിന്റെ ഏറ്റെടുക്കണം. ആ പറയുന്നത് ശരിയാണോ? റീഫണ്ട് മതി, ഒന്നുമില്ല.